ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഗ്രഹങ്ങളുടെ കാരകത്വത്തെ സംബന്ധിച്ച് പറയാം. ഗ്രഹങ്ങളുടെ കാരകത്വം എന്നത് ഓരോ ഗ്രഹങ്ങളും ജാതകർക്ക് നൽകുന്ന ഫലങ്ങളെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആകാശമണ്ഡലത്തിൽ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് ഭൂമിയിൽ അധിവസിക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്ന് നിരവധിയായ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നവഗ്രഹങ്ങളിൽ സൂര്യനാണ് ഏറ്റവും പ്രധാനി. അതുകൊണ്ട് ഗ്രഹങ്ങളുടെ അധിപൻ, അതായത് ഗ്രഹങ്ങളുടെ നേതാവ് സൂര്യൻ ആയി ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും എന്നതുപോലെ മനുഷ്യന് പ്രത്യേകിച്ചും മനുഷ്യരാശിയുടെ ആരോഗ്യത്തിനും സുഖത്തിനും ഓജസ്സിനും തേജസ്സിനും ഉന്മേഷത്തിനും അവൻ്റെ ശക്തിക്കും നിദാനമായി വരുന്നത് സൂര്യൻ തന്നെയാണ്. മനുഷ്യരുമായി ബന്ധപ്പെടുന്ന എല്ലാ വസ്തുക്കളെയും ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാരം ഫലപ്രവചനത്തിന് ഗ്രഹകാരക ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം സൂര്യനെ സംബന്ധിച്ച് പറയാം. സൂര്യൻ പിതൃകാരകനാണ് എന്ന് പറഞ്ഞാൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ സൂര്യൻ്റെ സ്ഥിതി കൊണ്ടാണ് ജാതകൻ്റെ പിതാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ജാതകൻ്റെ ആത്മപ്രഭാവം, അതുപോലെ ജാതകൻ്റെ പൗരുഷം, രക്ഷാധികാരം, ആരോഗ്യം, അതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരം, രാഷ്ട്രീയം, ഭരണാധിപന്മാരുടെ കാര്യങ്ങൾ, സ്വർണം എന്ന ലോഹത്തിൻ്റെ വിഷയം, കണ്ണുകൾ, അതുപോലെ കണ്ണുകൾക്ക് എന്തെങ്കിലും ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭങ്ങൾ, ആഭിജാത്യം, ജാതകൻ്റെ ധൈര്യം, അതുപോലെ പ്രതാപം, കേസുകളിലെ വിജയം, അതായത് നിയമപരമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ വന്നു ചേരുന്ന കേസുകളിൽ ആ ജാതകന് വിജയ പരാജയങ്ങളുടെ സ്ഥിതികളെ വിലയിരുത്തുന്നത് സൂര്യൻ്റെ സ്ഥിതിയിൽ നിന്നാണ്. അതുപോലെ ഈശ്വര ഭക്തി, രാഷ്ട്രീയമായിട്ടുള്ള ജാതകൻ്റെ സ്വാധീനം, മാണിക്യം എന്ന രത്നം, അതിൻ്റെ സ്വാധീനം, ഗോതമ്പ്, ശർക്കര, ഇതിൻ്റെയൊക്കെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭ അശുഭങ്ങൾ, അതുപോലെ കിഴക്ക്
ദിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭങ്ങളും അശുഭങ്ങളും. രോഗങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പനി, തലവേദന, ഹൃദ്രോഗം, ഉഷ്ണരോഗങ്ങൾ, രക്തസമ്മർദ്ദം, ചർമ്മ രോഗം, അസ്ഥി രോഗം തുടങ്ങിയ രോഗങ്ങളുടെ ശുഭ അശുഭങ്ങൾ ഇതൊക്കെ ഓരോ കാലത്തും ജാതകരുടെ സൂര്യസ്ഥിതി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ ആയുസ്, ക്ഷത്രിയൻ, അതായത് രാജാധികാരമാണ് ക്ഷത്രിയൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വരുന്നത്. അതുപോലെ പ്രവർത്തനങ്ങളിലെ ധീരത, നിയന്ത്രണത്തിനും പരിശോധനയ്ക്കും ഒക്കെ അധികാരമുള്ളവരുടെ ശുഭ അശുഭങ്ങൾ. അതുപോലെ ആരാധന സ്ഥാനങ്ങൾ, രുദ്രാക്ഷം, ശിവഭക്തി തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചും പ്രകൃതി ക്ഷോഭങ്ങളിൽ കൊടുങ്കാറ്റ്, സുനാമി പോലെയുള്ള ഉഗ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ജാതകൻ്റെ ചികിത്സാ നൈപുണ്യത്തെക്കുറിച്ചും, അതായത് ഒരു വൈദ്യനാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് എങ്കിൽ ആ ജാതകൻ്റെ ചികിത്സാ നൈപുണ്യം, അതായത് ചികിത്സയിലുള്ള പരിചയം, ഈ വക കാര്യങ്ങളും ശിവഭൂതഗണങ്ങളുടെ ബാധ എന്നിവ ആണ് സൂര്യൻ്റെ കാരകധർമ്മങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളാണ് ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതി കൊണ്ടും അതുപോലെ ചാരഫലം ചിന്തിക്കുമ്പോൾ, അതായത് ഗ്രഹ ചാരഫലം ചിന്തിക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ജാതകർക്ക് വന്ന് ചേരാവുന്ന ശുഭങ്ങളും അശുഭങ്ങളും ആയിട്ടുള്ള, അതായത് ഇഷ്ടസ്ഥാനങ്ങളിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ജാതകർക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ വന്ന് ചേരുകയും അതുപോലെ അനിഷ്ടകരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ജാതകർക്ക് മേൽപ്പറഞ്ഞതായിട്ടുള്ള രോഗാദി പീഡകളുടെ ഉപദ്രവങ്ങളും ഒക്കെയാണ് വന്ന് ഭവിക്കുന്നത്. അടുത്തത് ചന്ദ്രനെ സംബന്ധിച്ചാണ്. സൂര്യൻ കഴിഞ്ഞാൽ ജാതകരെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രനെ കൊണ്ട് പ്രധാനമായും മാതാവിൻ്റെ കാര്യം ചിന്തിക്കുന്നത് കൊണ്ട് മാതൃകാരകൻ എന്നാണ് ചന്ദ്രനെ പൊതുവെ പറയപ്പെടുന്നത്. ജാതകൻ്റെ മനസ്സ്, അതുപോലെ ബുദ്ധിശക്തി, ജാതകനെ സംബന്ധിച്ചുള്ള യശസ്, കീർത്തി തുടങ്ങിയവയും സ്വഭാവ വിശേഷങ്ങളിൽ ദയയെ സംബന്ധിച്ചും അതുപോലെ കാരുണ്യം മുതലായ കാര്യങ്ങളെ സംബന്ധിച്ചും മുഖ സൗന്ദര്യം, അതുപോലെ ശരീര സൗന്ദര്യം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചും ജാതകൻ്റെ കാന്തിയെ സംബന്ധിച്ചും മൊത്തത്തിൽ ആകെ ഉള്ള കാന്തിയെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ചന്ദ്രൻ്റെ സ്ഥിതി കൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ജാതകത്തിലെ ഗ്രഹനിലയിലെ ചന്ദ്രൻ്റെ സ്ഥിതി. ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ സ്ഥിതി, ചന്ദ്രൻ ബലവാൻ ആണ് എങ്കിൽ ജാതകർക്ക് ശുഭഫലങ്ങളും, ബലക്ഷയമുള്ള ചന്ദ്രനാണ് ജാതകർക്ക് ഗ്രഹനിലയിൽ ഉള്ളത് എങ്കിൽ അശുഭ ഫലങ്ങളുമാണ് ജാതകർക്ക് പുഷ്ടിയുള്ള അനുഭവങ്ങളായി വരുന്നത്. ചന്ദ്രനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ജലയാത്ര, അതായത് ജലത്തിലൂടെ ഏതു വിധേനയുള്ള യാത്രയും
വിനോദയാത്രകളായിരുന്നാലും തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രയായിരുന്നാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭങ്ങളും അശുഭങ്ങളും, അതുപോലെ സമുദ്ര സ്നാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭങ്ങളും അശുഭങ്ങളും, വെള്ളം തുടങ്ങിയ കാര്യങ്ങൾ, അതായത് വെള്ളം, പാല് തുടങ്ങിയ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭങ്ങളും അശുഭങ്ങളും, കൃഷി തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ശുഭങ്ങൾ, അതായത് ജാതകന് കൃഷി ചേരുന്ന കാര്യമാണോ, അഥവാ ഇപ്പോൾ കൃഷി ചെയ്താൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളും, വസ്ത്രം, വിശറി തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ ജാതകൻ്റെ ലജ്ജാഭാവം തുടങ്ങിയ കാര്യങ്ങളും, മുത്ത് തുടങ്ങിയ രത്നങ്ങളുടെ ശുഭ അശുഭങ്ങളും, അതായത് മുത്ത് ജാതകന് ചേരുമോ, എപ്പോൾ അത് ധരിക്കണം തുടങ്ങിയ രത്നധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ, അതേപോലെ മനോരോഗം, ഭദ്രകാളി, ദുർഗ, ഭഗവതി തുടങ്ങിയ ദേവതാ ഉപാസനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ, വാഴപ്പഴം, കിഴങ്ങുവർഗം തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ശുഭങ്ങളും, കിഴങ്ങ് വർഗങ്ങൾ, അതുപോലെ വെണ്ണ, തൈര്, നെയ്യ് തുടങ്ങിയ കാര്യങ്ങൾ ഈ കാലത്ത്, അതായത് ജാതകൻ ചോദിക്കുന്ന കാലത്ത് ശുഭമാണോ അശുഭമാണോ എന്നതും, അതുപോലെ ജാതകൻ്റെ മദ്യാസക്തി, അതിൻ്റെ കാരണങ്ങളും, ദിക്കുകളിൽ വായു കോണാണ് ചന്ദ്രൻ്റെ ദിക്കായി വരുന്നത്. ആ ദിക്ക് ജാതകർക്ക് അനുകൂലമോ പ്രതികൂലമോ എന്നതും, ജലപ്രദേശത്തെ സംബന്ധിച്ചുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ, രക്തം, ഉപ്പ്, ആലസ്യം, കൊഞ്ചി കുഴയൽ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ശുഭങ്ങളും അശുഭങ്ങളും, മൊത്തത്തിൽ ജാതകർക്ക് വരുന്ന ഐശ്വര്യ അഭിവൃദ്ധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ സ്ഥിതി കൊണ്ട് വിശകലനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്തത് ചൊവ്വ അഥവാ കുജൻ. ഈ ഗ്രഹത്തിൻ്റെ ശുഭാശുഭങ്ങൾ പരിശോധിക്കുമ്പോൾ ചൊവ്വയ്ക്ക് കാരകത്വം ഉള്ളത് ഭൂമി, അതായത് ഭൂമിയുടെ കാരകൻ ചൊവ്വയാണ്. അതുപോലെ സഹോദരങ്ങൾ, ജാതകൻ്റെ ഓജസ്, പരാക്രമം, അതായത് ഉത്സാഹം, ഊർജ്ജസ്വലത പോലെയുള്ള കാര്യങ്ങൾ, ജാതകൻ്റെ ധൈര്യം, ഒരു യുദ്ധത്തെ സമീപിക്കുമ്പോൾ ജാതകർക്ക് വരുത്തുന്ന ശുഭാശുഭങ്ങൾ, അതായത് യുദ്ധത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, നേതൃത്വപരമായിട്ടുള്ള കഴിവ്, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ശസ്ത്രക്രിയ, മുറിവ്, വ്രണം, അപകടം തുടങ്ങിയ രോഗങ്ങളെ സംബന്ധിച്ചുള്ള ശുഭങ്ങളും അശുഭങ്ങളും ആയിട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്, അതുപോലെ കുടുംബത്തിലും ജനങ്ങളും ഒക്കെ ആയിട്ടുള്ള കലഹങ്ങൾ, അഗ്നിബാധ, അതായത് ചൊവ്വ അനിഷ്ടകരമായി സഞ്ചരിക്കുന്ന
കാലങ്ങളിൽ ജാതകർക്ക് അഗ്നിബാധയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അശുഭങ്ങളും ശത്രുക്കൾ ആയിട്ടുള്ള ആളുകളുടെ വർധനയും, അതായത് ഇടപെടുന്ന ആളുകളും വഴിയേ പോകുന്ന ആളുകളും വരെ ജാതകന് ശത്രുക്കളായി മാറുന്ന ഒരു കാലം, അതായത് ചൊവ്വ അനിഷ്ടകരമായി സഞ്ചരിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കും. അതുപോലെ ഒരു സേനാധിപത്യം, അതായത് ഏതെങ്കിലും ഒരു സേനയുടെ ആധിപത്യം ലഭ്യമാകുക, ചൊവ്വയൊക്കെ നല്ല സ്ഥിതിയിൽ നിൽക്കുന്ന ജാതകർക്ക് സേനകളിലാണ്, അതായത് ഏതെങ്കിലുമൊക്കെ സേനകളിൽ, പോലീസ്, പട്ടാളം, അഗ്നി ശമന സേനാ വിഭാഗം തുടങ്ങിയ ഏതെങ്കിലുമൊക്കെ സേനാ വിഭാഗങ്ങളിൽ ചൊവ്വ ഇഷ്ടസ്ഥാനങ്ങളിൽ ബലവാനായി നിൽക്കുന്നു എങ്കിൽ അതിൽ ഒക്കെ ജോലി അഥവാ വലിയ ഉയർന്ന ഉദ്യോഗം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുകയും, അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏത് സമയത്ത് അഗ്നി ശുഭമായിരിക്കും, ഏത് സമയത്ത് അഗ്നി അശുഭമായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ വീടിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അടുക്കള, അതുപോലെ പാചകം ചെയ്യാനുള്ള പാത്രങ്ങളും മറ്റ് ഉപകരണങ്ങളും, അതുപോലെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളെ സംബന്ധിച്ചുള്ള ശുഭാശുഭങ്ങൾ, ഡോക്ടർ തുടങ്ങിയ ആളുകളാണ് ജാതകനെങ്കിൽ ശസ്ത്രക്രിയ സംബന്ധിച്ചുള്ള ഉപകരണങ്ങളുടെ ശുഭങ്ങൾ അശുഭങ്ങൾ, അതുപോലെ മാരകമായിട്ടുള്ള ആയുധങ്ങൾ, ഏത് സമയത്താണ് ഈ ആയുധങ്ങൾ ശുഭങ്ങളും അശുഭങ്ങളും, അതായത് അപകടങ്ങൾ വരുത്തുന്നതും വരുത്താത്ത സമയവും തുടങ്ങിയ കാലങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും, യന്ത്രങ്ങൾ, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ, ദിക്കുകളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ചൊവ്വ തെക്കേ ദിക്കിൻ്റെ, അതായത് തെക്ക് ദിക്കിൻ്റെ അധിപനാണ്, അതിൻ്റെ കാരകത്വമാണ് ചൊവ്വയ്ക്കുള്ളത്. തെക്ക് ദിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് തെക്കേ ദിക്കിലേക്കുള്ള യാത്ര, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ശുഭ അശുഭങ്ങൾ. രത്നത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ രത്നമായ പവിഴത്തെ സംബന്ധിച്ചുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ, അതുപോലെ കാമക്രോധങ്ങൾ എന്ന് പറഞ്ഞാൽ കാമാവേശം, അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രോധങ്ങൾ. ചുവന്ന വസ്ത്രം, അത് ചൊവ്വയുടെ വസ്ത്രം നിറമാണ്, ചുവപ്പ് നിറം. അതുപോലെ ചുവപ്പ് നിറം കലർന്ന വസ്ത്രങ്ങൾ, അതുപോലെ ചുവന്ന പുഷ്പം, രക്തചന്ദനം, ഇതൊക്കെ ഉപയോഗിക്കാൻ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാലങ്ങൾ. ആത്മഹത്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് സ്വയം ഇല്ലാതാകുക, സ്വയം നശിപ്പിക്കുക, അതാണല്ലോ ആത്മഹത്യ. അതിന് സാധ്യതയുണ്ടോ അഥവാ സാധ്യതയില്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടാണ് വിലയിരുത്താൻ കഴിയുന്നത്. അതുപോലെ ജാതകർക്ക് കാമവികാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ജാതകൻ്റെ കാമവികാരം, അതുപോലെ ഗർഭം അലസുക, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമാണത്. ഗർഭം അലസുക, വിധവകളുമായിട്ടുള്ള ബന്ധങ്ങൾ, ദേവതകൾ സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, രക്തചാമുണ്ഡി, അതായത് ചൊവ്വ ശുഭരാശികളിൽ നിൽക്കുമ്പോൾ സുബ്രഹ്മണ്യനും അശുഭ രാശികളിലൊക്കെ ഭദ്രകാളിയും രക്തചാമുണ്ഡിയും ഒക്കെയാണ്. അത് രാശികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അടുത്തത് ബുധൻ. ബുധൻ്റെ കാരകത്വത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ജാതകൻ്റെ വിദ്യ, അതായത് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം, ജീവനോപാധിയായിട്ടുള്ള തൊഴിലുകൾ, അതുപോലെ മാതുലൻ എന്ന് പറഞ്ഞാൽ അമ്മാവനെ സംബന്ധിച്ചുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ,
വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് എഴുത്തുകുത്തുകൾ, ലേഖകർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ പ്രമാണങ്ങൾ, അതായത് നമ്മൾ വസ്തു വിൽപ്പനയുമൊക്കെയായി ബന്ധപ്പെട്ടും മറ്റു തരത്തിലും ഒക്കെയുള്ള പ്രമാണങ്ങളുടെ എഴുത്ത്, അതായത് ഇതൊക്കെ എഴുത്ത് ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. അത് വാർത്ത വിതരണമായിരുന്നാലും അതിനുള്ളിലൊക്കെ എഴുത്തുണ്ട്. ഈ ഗുമസ്ത ജോലിക്കാർ, അവർക്കൊക്കെ, അതായത് ക്ലറിക്കൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജ്യോതിഷം, ഗണിതം, അതായത് ജ്യോതിഷവും ഗണിതവും പരസ്പരം ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഗണിതം, കണക്ക് ശാസ്ത്രം, അതായത് മാത്തമാറ്റിക്സ്, അതുമായിട്ടും ബുധനാണ് ബന്ധം. അതായത് ബുധൻ നല്ല സ്ഥിതിയിൽ നിൽക്കുന്ന ജാതകർക്ക് ഗണിതം, അതായത് മാത്തമാറ്റിക്സ് എളുപ്പമുള്ള വിഷയവും ആ മേഖലയിൽ ഉന്നത സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയും ഒക്കെയുണ്ട്. അതേസമയം ഗ്രഹനിലയിൽ ബുധൻ അനിഷ്ട സ്ഥാനത്ത് ആണ് എങ്കിൽ ഈ മാത്തമാറ്റിക്സ്, അതായത് കണക്ക് എന്നുള്ളത് വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടിയായിരിക്കും. അതുപോലെ റേഡിയോ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതൊക്കെ ബുധനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പത്രപ്രവർത്തനം, അതായത് നേരത്തെ പറഞ്ഞ എഴുത്തുകുത്തുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പത്രപ്രവർത്തനം, ലേഖകർ തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ സുഹൃത്തുക്കളെ സംബന്ധിച്ചുള്ള ചിന്തകൾ, ബുധൻ അനുകൂലമായി നിൽക്കുന്ന ജാതകമാണെങ്കിൽ ജാതകർക്ക് നല്ല സുഹൃത്തുക്കളുണ്ടാകും. അതായത് ഏത് കാര്യത്തിലും വിശ്വസിച്ച് കൂടെ നിർത്താൻ കഴിയുന്ന നല്ല സുഹൃത്തുക്കളുണ്ടാകുക. അതുപോലെ ജാതകർക്ക് നല്ല യുക്തിബോധമുണ്ടാകുക, കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു യുക്തിബോധം. അതേപോലെ വേദാന്ത കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ, പാണ്ഡിത്യമോ, അതുപോലെ നല്ല വാക്കുകൾ, നല്ല ഭംഗിയുള്ളതും മൃദുവായതുമൊക്കെ നല്ല വാക്കുകൾ സംസാരിക്കാൻ കഴിയുക. കൂടാതെ സാഹിത്യ രചനകളിൽ ലേഖനങ്ങൾ, മറ്റ് ഗ്രന്ഥങ്ങളുടെയൊക്കെ രചനകൾ, അതായത് നോവൽ തുടങ്ങിയ ഏത് ഗ്രന്ഥങ്ങളുമാകാം, നോവൽ, കഥകൾ, നിരൂപണ ഗ്രന്ഥങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥരചനയും ആയിട്ട് ബന്ധപ്പെട്ട, അതായത് എഴുത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളുടെയും ശുഭങ്ങളും അശുഭങ്ങളും ഒക്കെയും അതൊക്കെ, അതായത് ഇപ്പോൾ ബുധൻ അനുകൂലമായി നിൽക്കുന്ന സമയമാണ് എങ്കിൽ ജാതകർക്ക് ഈ വക കാര്യങ്ങളിൽ നല്ല വിജയവും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകും എന്നാണ്. അതായത് ലേഖനം എഴുതിയാലും കഥ എഴുതിയാലും നോവലുകൾ എഴുതിയാലുമൊക്കെ ബുധൻ അനുകൂലമായി നിൽക്കുന്ന കാലഘട്ടങ്ങളിലാണ് എങ്കിൽ ജാതകർക്ക് നല്ല പ്രശസ്തിയും കാര്യങ്ങളുമൊക്കെ വന്നു ചേരും എന്നാണ്. അച്ചടി, പ്രസിദ്ധീകരണം, ഈ വക തൊഴിൽ മേഖലകളിൽ ബുധൻ അനുകൂലമായി നിൽക്കുന്ന ജാതകർക്കാണെങ്കിൽ ഈ മേഖലകളിലൊക്കെ വളരെ നല്ല വിജയങ്ങളുണ്ടാകും. അതായത് അച്ചടിയും പ്രസിദ്ധീകരണങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട മേഖലകളിലാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ബുധൻ്റെ ജാതകത്തിലെ അല്ലെങ്കിൽ ഗ്രഹനിലയിലെ സ്ഥിതി കൊണ്ട് ആ വക കാര്യങ്ങൾ തനിക്ക് യോജിച്ചതാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാനും, വൈദ്യം തുടങ്ങിയ കാര്യങ്ങളും ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ബുധൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് ജാതകൻ്റെ ശുഭ അശുഭങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ഈ ജാതകരുടെ ശാന്ത സ്വഭാവം, അതിൻ്റെ ഉടമസ്ഥാവകാശവും അതായത് കാരകത്വവും ബുധനാണുള്ളത്. ബുധൻ നല്ല സ്ഥിതിയിൽ നിൽക്കുന്ന ജാതകർക്ക് വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവമായിരിക്കും, ശാന്തരായിരിക്കും എന്നുള്ളതാണ്. ബുധൻ്റെ നിറം പച്ച നിറമാണ്. ചിത്രമെഴുത്ത്, ശില്പവേലകൾ തുടങ്ങിയ കാര്യങ്ങളും ഈ ബുധൻ്റെ കാരകത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യമാണ്. ശില്പവേലകൾ,
ശില്പവേലകൾ എന്ന് പറയുമ്പോൾ എൻജിനീയറിംഗ്, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് വേണമെങ്കിൽ പുതിയ കാലത്ത് അതിനെ വിശകലനം ചെയ്യാവുന്നതാണ്. ദിക്കിനെ സംബന്ധിച്ച് ബുധൻ്റെ ദിക്ക് എന്ന് പറയുന്നത് വടക്ക് ദിക്കാണ്. കളിസ്ഥലങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നതും, അതായത് കളിസ്ഥലം, ഇന്ന കളിസ്ഥലം തനിക്ക് അനുകൂലമാണോ എന്ന കാര്യങ്ങളൊക്കെ ബുധൻ്റെ സ്ഥിതി കൊണ്ടാണ് നോക്കുന്നത്. ശൂദ്രൻ വിഷ്ണുഭക്തി ജാതകൻ്റെ പ്രസംഗത്തിലുള്ള പാഠവും അതുപോലെ ജാതകൻ്റെ വാക്ചാതുര്യം, ഇതൊക്കെ, അതായത് ബുധൻ നല്ല സ്ഥിതിയിൽ ഉച്ചത്തിലൊക്കെ, കന്നി രാശിയിലൊക്കെ ഉച്ചത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ജാതകൻ പ്രസംഗ കലയിൽ അങ്ങേ അറ്റത്ത് എത്തുന്ന ജാതകനായിരിക്കും. അതായത് ആ തരത്തിൽ പ്രസംഗ പാടവമൊക്കെ ആ ആളിന് വന്നു ചേരും എന്നതാണ്. വളരെ വലിയ വാക്ചാതുര്യം, അതായത് സാമർഥ്യമൊക്കെ ബുധൻ്റെ ഉച്ച സ്ഥാനം കൊണ്ട് ജാതകർക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ബുധൻ്റെ നല്ല സ്ഥിതി കൊണ്ട് ജാതകർക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് പ്രസംഗ വിഷയങ്ങളിലുമൊക്കെ ഉള്ള പാഠവും. അതുപോലെ ബുധൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസം, അതുപോലെ ലോക വിജ്ഞാനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് വിജ്ഞാനവും അഥവാ പാണ്ഡിത്യവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഉന്നതമായിട്ടുള്ള നിലയിൽ വന്ന് ചേരുന്ന ജാതകർക്ക് ബുധൻ ഗ്രഹനിലയിൽ ശക്തമായ നിലയിൽ നിൽക്കുന്ന, അതായത് നല്ല പൂർണ്ണമായിട്ട് ബലവാനായി നിൽക്കുന്ന ജാതകർക്കാണ് ഈ മേഖലയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നതിന് സാധിക്കുന്നത്. അടുത്തത് വ്യാഴത്തെ സംബന്ധിച്ചാണ്. വ്യാഴം ധനത്തിൻ്റെ കാരകനാണ് പ്രധാനമായിട്ടും. അതുപോലെ വ്യാഴത്തിന് സന്താനം, ജാതകൻ്റെ ബുദ്ധിശക്തി, സന്താനമെന്ന് പറയുന്നത് ജാതകന് എത്രത്തോളം സന്താനങ്ങളുണ്ടാകും, ആ സന്താനങ്ങളുടെ ഗുണമേന്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടാണ്. അതുപോലെ ബുദ്ധിശക്തിയെ സംബന്ധിച്ച് മന്ത്രിമാർ, അതായത് മന്ത്രിമാരെ സമീപിക്കുമ്പോൾ ജാതകർക്ക് വരുന്ന ശുഭ അശുഭങ്ങൾ, അതുപോലെ ഒരു മന്ത്രി പദവി കിട്ടിയാൽ അതിനെ സംബന്ധിച്ചുള്ള ശുഭങ്ങളും അശുഭങ്ങളും, അതുപോലെ മന്ത്രങ്ങളുടെ അറിവ്, മന്ത്രങ്ങൾ, അതായത് വേദ മന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ശുഭങ്ങൾ അശുഭങ്ങൾ, മന്ത്ര ഉപദേശം ആളുകൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ, നിയമപരമായിട്ടുള്ള ജ്ഞാനം, അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാണ്ഡിത്യം, സിവിൽ സർവീസ്, അതായത് സിവിൽ സർവീസ് അനുയോജ്യമാണോ എന്നുള്ള ചിന്തയും, ജാതകൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളും, വിഷ്ണുവിങ്കൽ ഭക്തി, അതായത് വിഷ്ണു ഭക്തി, പിതൃക്കൾക്ക് ബലി തർപ്പണങ്ങൾ, വസ്ത്രം മഞ്ഞ വസ്ത്രമാണ്, അതായത് വ്യാഴത്തിൻ്റെ നിറം മഞ്ഞയാണ്, മഞ്ഞ വസ്ത്രത്തിൻ്റെ ശുഭങ്ങൾ അശുഭങ്ങൾ, അതുപോലെ വേദങ്ങൾ അഭ്യസിക്കുന്നതിനുള്ള ജാതകൻ്റെ കഴിവ് അഥവാ കഴിവില്ലായ്മ, ജാതകൻ്റെ പൊതുവിലുള്ള ഉപജീവന മാർഗം, അത് ശുഭകരമോ അശുഭകരമോ എന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും, അതായത് ജാതകത്തിലെ സ്ഥിതി കൊണ്ടും, ചാരവശാൽ വ്യാഴം ഏത് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ ഇന്ദ്രിയ നിഗ്രഹങ്ങൾ, അതായത് നമ്മളുടെ ആഗ്രഹങ്ങളുടെ, അതായത് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, മഞ്ഞ നിറം, ലോഹങ്ങളിൽ വ്യാഴത്തിൻ്റെ
ലോഹം സ്വർണമാണ്. ഈശാന കോണാണ് ജാതകൻ്റെ ദിക്ക്. തീർത്ഥാടനം, അതായത് പുണ്യ ദേവാലയ ദർശനങ്ങളും തീർത്ഥ സ്നാനങ്ങളും ഒക്കെ അനുകൂലമായി അല്ലെങ്കിൽ അനുകൂലമായിട്ട് ജാതകന് വന്നു ചേരുന്ന സമയങ്ങൾ. ട്രഷറി, ബാങ്ക്, അതുപോലെ സേഫ്, അതായത് പണം വയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതും. സത്വഗുണം ബ്രാഹ്മണൻ, അതായത് ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അറിവുമായി ബന്ധപ്പെട്ട ശുഭങ്ങൾ അശുഭങ്ങൾ. ജാതകൻ്റെ സത്വഗുണം തുടങ്ങിയ കാര്യങ്ങൾ. സന്യാസം, ജപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ശുഭങ്ങൾ അശുഭങ്ങൾ. അതുപോലെ വ്യാഴത്തിൻ്റെ രത്നം പുഷ്യരാഗമാണ്. പുഷ്യരാഗം എന്ന രത്നത്തിൻ്റെ ധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വ്യാഴത്തിൻ്റെ സ്ഥിതിയിൽ നിന്നാണ്, അതായത് ഗ്രഹനിലയിലെ സ്ഥിതിയിൽ നിന്നാണ് അനുകൂലമോ പ്രതികൂലമോ എന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതുപോലെ ഇത് പുരാണ പാരായണം, ദേവലോകം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തകളും സ്ത്രീകളുടെ പാതിവ്രത്യത്തെ സംബന്ധിച്ചുള്ള ചിന്തകളും ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയിൽ നിന്നും അവലോകനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആകാശം എന്ന ഭൂതത്തെ സംബന്ധിച്ചുള്ള ചിന്തയും ഋഗ്വേദം, ജാതകൻ്റെ ധർമ്മം, ഗുരുഭക്തി, അതായത് ഗുരുക്കന്മാരോടുള്ള സമീപനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ സ്ഥിതിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ യോഗാഭ്യാസം, ഇത് വ്യാഴവുമായി ബന്ധപ്പെട്ട, അതായത് വ്യാഴത്തിൻ്റെ കാരകത്വത്തിൻ്റെ കീഴിലുള്ള കാര്യമാണ് യോഗാഭ്യാസം. വ്യാഴം നല്ല ബലവാനായി നിൽക്കുന്ന ജാതകർക്ക് യോഗയിലൊക്കെ നല്ല പ്രാഗൽഭ്യവും അല്ലെങ്കിൽ യോഗയോടൊക്കെ നല്ല താല്പര്യവും ഒക്കെ ഉണ്ടാകും എന്നതാണ്. അടുത്തത് ശുക്രനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാം. ശുക്രൻ ദാമ്പത്യത്തിൻ്റെ കാരകനാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും ശുക്രനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ദാമ്പത്യത്തെ സംബന്ധിച്ച് തന്നെയാണ് ജാതകരുടെ, അതായത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും അവരുടെ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ ഒക്കെ തന്നെ ശുക്രൻ്റെ ഗ്രഹനിലയിലെ സ്ഥിതി കൊണ്ട് മനസ്സിലാക്കിയെടുക്കാം. ജാതകൻ്റെ ഭാര്യ, അതല്ലെങ്കിൽ ജാതകയുടെ ഭർത്താവ്, അതുപോലെ വിവാഹം, സ്ത്രീ സുഖം, അത് നേരെ തിരിച്ച് ജാതക സ്ത്രീയെങ്കിൽ പുരുഷ സുഖം, അതുപോലെ കാമ ക്രീഡാ വിലാസങ്ങൾ, ഇവയൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും ഒക്കെയും. സംഗീതം, സാഹിത്യം, നൃത്തം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള, അതായത് കലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. വാഹനം, അതായത് ഇന്ന വാഹനം ജാതകർക്ക് ചേർന്നതോ അതോ ചേരാത്തതോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ശയ്യാഗ്രഹം, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും. നിധി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സ്വത്തുവകകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ വക ശുക്രൻ്റെ സ്ഥിതിയിൽ നിന്നാണ് അവലോകനം ചെയ്യുന്നത്. ശുക്രൻ്റെ രത്നം വൈഡൂര്യമാണ്. വൈഡൂര്യം എന്ന രത്നം, ഏറ്റവും വിലയേറിയ രത്നമാണ് വൈഡൂര്യം. ഈ വൈഡൂര്യ
ഭക്ഷണത്തിൻ്റെ ശുഭങ്ങൾ അശുഭങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പിതൃലോകം, യജുർവേദം എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ. ശുക്രൻ്റെ ദിക്ക് തെക്ക് ദിക്കാണ്. അതുപോലെ സാഹിത്യം, സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലളിത കലകൾ, അതുപോലെ ജാതകൻ്റെ ശുക്ലത്തെ സംബന്ധിച്ചുള്ള വിചാരങ്ങൾ, അതുപോലെ വ്യഭിചാരം, അതായത് സന്താന ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോഴാണ് ശുക്ലത്തെ സംബന്ധിച്ചുള്ള വിചാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ശുക്രൻ അനുകൂലനല്ല എങ്കിൽ സന്താന ലാഭം ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ശുക്രൻ അനിഷ്ട സ്ഥാനങ്ങളിലൊക്കെയാണ് സ്ഥിതി ചെയ്യുക, അല്ലെങ്കിൽ അനിഷ്ടത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നൊക്കെ ഉള്ള കാലത്ത് ജാതകർക്ക് വ്യഭിചാരം തുടങ്ങിയ അശുഭ പ്രവൃത്തികൾക്കും മുൻതൂക്കമുണ്ടാകും. അതുപോലെ കുടുംബ ഭരദേവതയെ പറ്റി ചിന്തിക്കുമ്പോൾ അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷി തുടങ്ങിയ ദേവതകളെ സംബന്ധിച്ചുള്ള ശുഭങ്ങളും അശുഭങ്ങളും ചിന്തിക്കുന്നതും ശുക്രൻ്റെ ഗ്രഹനിലയിലെ സാമീപ്യം അല്ലെങ്കിൽ സ്ഥിതി തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതുപോലെ ശുക്രൻ മംഗല്യത്തിൻ്റെ കാരകനാണ്, അതായത് വിവാഹം, മംഗല്യം. ജൗളി വ്യാപാരം, അതായത് വസ്ത്രങ്ങൾ തുടങ്ങിയ ജൗളിത്തരങ്ങൾ വിൽപ്പന നടത്തുക, അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനം. ജാതകൻ്റെ മദ്യവുമായി ബന്ധപ്പെട്ട ഉപയോഗങ്ങൾ, അതായത് ശുക്രനൊക്കെ മോശസ്ഥിതിയിൽ നിൽക്കുമ്പോൾ, ദോഷസ്ഥിതിയിൽ നിൽക്കുന്ന ജാതകർക്ക് മദ്യം എന്ന് പറയുന്നത് വളരെ വലിയ ദൗർബല്യങ്ങളായിരിക്കും എന്നതാണ്. അതേപോലെ വശീകരണ ശക്തി ശുക്രൻ്റെ സ്ഥിതിയിൽ പ്രധാനമാണ്. വശീകരണം, അതായത് സ്ത്രീക്ക് പുരുഷനോട് തോന്നുക, അല്ലെങ്കിൽ പുരുഷന് സ്ത്രീകളോട് തോന്നുക, ഈ വക കാര്യങ്ങളുടെ ശക്തി. ഇന്ദ്രജാലം, അതായത് മാജിക്ക് തുടങ്ങിയ തൊഴിൽ, അതിൽ ശുക്രൻ നല്ല സ്ഥിതിയിൽ നിൽക്കുന്നവർക്ക് ആ തൊഴിൽ മേഖലകളിൽ വളരെ വലിയ പ്രചാരവും വളരെ വലിയ പ്രശസ്തിയുമൊക്കെ ഉണ്ടാകുന്നത് ശുക്രൻ നല്ല സ്ഥിതിയിൽ ജനന സമയത്ത് നിൽക്കുന്ന ജാതകർക്കാണ്. വശീകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രൻ അനുകൂലമായിട്ട് ചാരഫലങ്ങളിലും മറ്റും, അതായത് ഗ്രഹചാരത്തിൽ ശുക്രൻ അനുകൂലങ്ങളായിട്ടുള്ള ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണെങ്കിൽ യുവാക്കളിൽ, പൊതുവെ മനുഷ്യരിൽ വന്നു ചേരുന്ന പ്രണയ ചാബല്യങ്ങൾ അല്ലെങ്കിൽ പ്രണയ അഭ്യർത്ഥനകളൊക്കെ ശുക്രൻ ബലവാനാണ് എങ്കിൽ, അതുപോലെ ശുക്രൻ അനിഷ്ട ഭാവത്തിലല്ലാതെ ശുഭ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കാലമാണെങ്കിൽ അതിനൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളും, അതായത് പ്രണയാഭ്യർത്ഥനകളിലും മറ്റും. അതല്ല എങ്കിൽ നെഗറ്റീവായിട്ടുള്ള പ്രണയ അഭ്യർത്ഥനകളും പ്രണയ കാര്യങ്ങൾ, അതായത് അഭ്യർത്ഥനകളിൽ നെഗറ്റീവായിട്ടുള്ള ഫലം ആയിരിക്കും ജാതകർക്ക് വന്ന് ചേരുന്നത്. ആയുസ്, ദുഃഖം, ഭയം, വിശ്വാസവഞ്ചന, ഈ വക കാര്യങ്ങളൊക്കെ ശനിയെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. ശനി സ്വക്ഷേത്രങ്ങളിൽ ബലവാനായി നിൽക്കുക, അതേപോലെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതിയുള്ള ജാതകർക്ക് നല്ല ആയുസ്സുണ്ടാകും എന്നതാണ്. അതുപോലെ അങ്ങനെയുള്ള ജാതകർക്ക് ദുഃഖാനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും എന്നാണ്. അതുപോലെ ഭയം,
ജാതകർ വിശ്വാസവഞ്ചന കാണിക്കുക, അതായത് ഈ ജാതകൻ വിശ്വാസവഞ്ചന കാണിക്കാൻ സാധ്യതയുണ്ടോ എന്ന അന്വേഷണമൊക്കെ ആ ജാതകൻ്റെ ഗ്രഹനിലയിലെ ശനിയുടെ സ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഊഹിച്ച് എടുക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ ജാതകർക്ക് വന്നു ചേരുന്ന കടബാധ്യതകൾ, വലിയ ബാധ്യതകളൊക്കെ ജാതകർക്ക് വന്നു ചേരുന്നത് ഒന്നുകിൽ ജാതകത്തിൽ ശനി അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുക, അതല്ലെങ്കിൽ ഗ്രഹചാര, അതായത് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ അനിഷ്ട ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കാലത്തൊക്കെയാണ് വളരെ വലിയ ദാരിദ്ര്യത്തിന് വിധേയരാകുന്നതും അതുപോലെ വളരെ വലിയ കടബാധ്യതകളിൽ പെട്ടുപോകുന്നതുമൊക്കെ ശനിയുടെ അശുഭ സഞ്ചാരങ്ങളിൽ നിന്നാണ്. അതുപോലെ രോഗങ്ങൾക്ക് വിധേയരാകുക, ജയിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജയിലിൽ ബന്ധനത്തിൽ കഴിയേണ്ടി വരിക, തടങ്കലിൽ കഴിയേണ്ടി വരിക, അതുപോലെ ശ്മശാനത്തിൻ്റെ ശുഭ അശുഭങ്ങൾ ചിന്തിക്കുക, കറുത്ത നിറമുള്ള വസ്തുക്കൾ, അതായത് കറുത്ത നിറം ശനിയുടെ നിറമാണ്. അപ്പോൾ കറുത്ത നിറമുള്ള വസ്തുക്കളെ സംബന്ധിച്ചുള്ള ചിന്തകൾ, ശനിയുടെ ദിക്ക് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിക്കാണ്. ബലി തർപ്പണം പോലെയുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ആചാരങ്ങൾ, നീച പ്രവൃത്തികൾ, അതായത് ശനി അശുഭമായി നിൽക്കുന്ന സമയത്താണ് ജാതകരിൽ നിന്ന് നീചമായിട്ടുള്ള പ്രവൃത്തികളും മറ്റും ഉണ്ടാകുന്നത്. ലോഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ശനിയുടെ ലോഹം ഇരുമ്പാണ്. ഇരുമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭ അശുഭങ്ങളൊക്കെ ശനിയുമായി ബന്ധപ്പെടുത്തിയാണ് നോക്കുന്നത്. അതുപോലെ ചപ്പ് ചവറ് കൂട്ടിയിടുന്ന സ്ഥലം, ജാതകർക്ക് വന്നു ചേരാവുന്ന അപമാനം പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ ജനവിഭാഗത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾ, നീല കല്ല്, അതായത് ഇന്ദ്രനീലമാണ് ശനിയുടെ രത്നം. ഇന്ദ്രനീലത്തെ സംബന്ധിച്ചുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ, ഈ സമയത്ത് ആ രത്നം ധരിക്കാൻ പാടുണ്ടോ എന്നതൊക്കെയും, അതുപോലെ മരണാനന്തര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ശനിയുടെ സ്ഥിതി കൊണ്ടാണ് നോക്കുന്നത്. അതുപോലെ ജാതകർക്ക് തമോ ഗുണം, ഇതിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശനിയുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഗ്രഹനിലയിൽ ശനി ഏത് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് വിലയിരുത്തുന്നത്. അടുത്തത് രാഹുവാണ്. ജാതകത്തിൽ ഗ്രഹനിലയിൽ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സർപ്പക്കാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിഷഭയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നതാണ്. അതുപോലെ പിതാമഹൻ, കന്നിമൂല, അത് രാഹുവിൻ്റെ ദിക്കാണ്. രത്നത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഗോമേതകം എന്ന രത്നമാണ് രാഹുവിൻ്റെ രത്നം. രാഹു പ്രതികൂലമായി സഞ്ചരിക്കുമ്പോൾ ഈ ഗോമേതക രത്നം ദോഷഫലങ്ങൾക്ക് ശാന്തി ഏകുകയും അതുപോലെ രാഹുവിൽ നിന്നുള്ള ശുഭഫലങ്ങൾ ലഭ്യമാകുന്നതിനും ഒക്കെ ഗോമേതകം എന്ന രത്നത്തിൻ്റെ ധാരണ കൊണ്ട് ജാതകർക്ക് സാധിക്കാവുന്നതാണ്. അതുപോലെ രാഹു കൊണ്ട് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആംഗല ഭാഷയാണ്, അതായത് ഇംഗ്ലീഷ് ഭാഷ. അത് രാഹുവുമായി ബന്ധപ്പെട്ട്, അതായത് രാഹു നല്ല സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന ജാതകർക്ക് ഇംഗ്ലീഷൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും, നേരെ തിരിച്ച് അനിഷ്ട സ്ഥിതിയിലാണ് രാഹു ഉള്ളതെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠനകാലത്ത് മനസ്സിലാക്കിയെടുക്കുന്നതൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതുപോലെ രാഹുവിന് പറയപ്പെടുന്ന ദിക്കുകൾ വടക്ക്,
കിഴക്കേ ദിക്ക്, അതാണ് രാഹുവിൻ്റെ ദിക്കായി പറയുന്നത്. ചെപ്പടി വിദ്യകളൊക്കെ രാഹുവിൻ്റെ കാരകത്വത്തിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. പൂർവാർജിതമായിട്ടുള്ള ധനം അത് ലഭിക്കുന്നത് രാഹു ചാരവശാലും മറ്റും അനുകൂലമായി സഞ്ചരിക്കുന്ന സമയത്താണ് പൂർവാർജിതമായിട്ടുള്ള ധനം, അതായത് നമ്മളുടെ കുടുംബപരമായി നമ്മൾക്ക് ലഭിക്കേണ്ടുന്ന ധനം, അതായത് മാതാവിൻ്റേതോ പിതാവിൻ്റേതോ ഒക്കെ ആയിട്ടുള്ള ധനാദി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് രാഹു ഇഷ്ടസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കാലത്തായിരിക്കും. അതുപോലെ രാഹുവിനെ കൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വരുന്ന വ്യാധികളെ സംബന്ധിച്ച് ചിന്തിക്കുന്നതും രാഹുവിൻ്റെ സ്ഥിതിയിൽ നിന്നാണ്. ഗംഗാ സ്നാനത്തിൻ്റെ ശുഭ അശുഭങ്ങൾ അത് ചിന്തിക്കുന്നത് രാഹുവിൻ്റെ സഞ്ചാര കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുപോലെ ഭിക്ഷാടനം, സ്ഥാനഭ്രംശം, ഇതൊക്കെ, അതുപോലെ ജപ്തി, അതായത് ബാങ്കിൽ നിന്നും ഒക്കെ കടങ്ങളൊക്കെ അടച്ചു തീർക്കാൻ കഴിയാതെ വരുന്ന കാലത്ത് വന്നു ചേരുന്ന ജപ്തി, വാറണ്ട് വരിക, അതുപോലെ ജയില്, ഇങ്ങനെയുള്ള ബന്ധനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ രാഹുവിൻ്റെ അശുഭത്വം കൊണ്ട് ജാതകർക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. അതുപോലെ മലിന വസ്ത്രം ധരിക്കേണ്ടി വരിക, അതേപോലെ മതം വിട്ട് മതം മാറുക തുടങ്ങിയ പ്രവൃത്തികളൊക്കെ ഈ കാലത്ത് വന്നു ചേരും. അന്യദേശ യാത്ര, ഇതും രാഹുവിൻ്റെ ഒരു കാരകത്വത്തിന് കീഴിൽ വരുന്ന കാര്യമാണ്. രാഹു അനിഷ്ടനായിട്ട് സഞ്ചരിക്കുന്ന കാലത്താണ് അന്യദേശങ്ങളിലേക്കൊക്കെ യാത്ര പോകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു ചേരുക. ചെറുപ്പകാലത്തൊക്കെയാണ്, വിദ്യാർത്ഥികളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒളിച്ചോടുക തുടങ്ങിയ അശുഭങ്ങളൊക്കെ ഈ കാലത്ത് വന്നു ചേരും. വിദ്യാർത്ഥികളിലൊക്കെ ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും ഒളിച്ചോടുക എന്ന് വരുന്ന അവസ്ഥ, അതായത് പ്രണയ വിവാഹം ഒക്കെ ഈ രാഹുവിൻ്റെ കാരകത്തിൽ വരുന്നതാണ്. പ്രണയം, ഈ കാര്യങ്ങളൊക്കെ രാഹു ശുഭമായിരുന്നാൽ ഈ കാര്യങ്ങളൊക്കെ ശുഭകരമായിരിക്കും. അതല്ല, രാഹു അശുഭനായി സഞ്ചരിക്കുന്ന കാലത്താണെങ്കിൽ ഈ ഒളിച്ചോട്ടങ്ങളൊക്കെ വളരെ വലിയ ദുരന്തങ്ങളിലേക്കൊക്കെ പോകും എന്നതുമാണ് അതിൻ്റെ സൂചനകൾ. അതുപോലെ ഉന്നത അധികാരികളിൽ നിന്ന് വന്നു ചേരുന്ന ശിക്ഷ നടപടികളൊക്കെ, അതായത് ഭരണാധികാരികളിൽ നിന്ന് വന്നു ചേരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ശിക്ഷകളും രാഹുവിൻ്റെ സ്ഥിതികളിൽ ജാതകർക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ കാവി വസ്ത്രം, രുദ്രാക്ഷമാല, ഇതൊക്കെ ധരിക്കുന്നത് ശുഭമോ അശുഭമോ എന്നതൊക്കെ രാഹുവിൻ്റെ ആ സമയത്തെ സ്ഥിതി കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യമാണ്. അതുപോലെ ഈ രാഹുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം, താഴ്ന്ന ജാതിയിൽ ഉള്ള വിവാഹബന്ധം, അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും, ഈ രാഹുവൊക്കെ നല്ല ഇതിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വിവാഹബന്ധങ്ങൾ, അതായത് അന്യജാതിയിൽ നിന്ന് ഉള്ള വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതൊക്കെ ഈ രാഹുവിൻ്റെ ഇഷ്ട അനിഷ്ട സ്ഥാനങ്ങളിലെ സ്ഥിതികളിൽ നിന്നാണ്. അതുപോലെ ജാതി ഭ്രഷ്ട് നേരിടേണ്ടി വരിക, അതായത് ചില ആളുകൾ വളരെ മോശമായിട്ട് ജാതിയൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതൊക്കെ ഈ കാലഘട്ടത്തിലായിരിക്കും. ഈ ആക്ഷേപങ്ങൾക്കൊക്കെ വിധേയരാകുന്നത് രാഹു അനിഷ്ടസ്ഥാനത്ത് കത്തി നിൽക്കുന്ന സമയത്താണ് ഈ ജാതിപരമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടി വരിക. അതുപോലെ ഒരു പുത്രനെ ദത്തെടുത്താൽ എങ്ങനെയിരിക്കും എന്നത്, അതായത് പുത്രന്മാരും പുത്രിമാരും ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണല്ലോ ദത്ത് എടുക്കുന്നത്. ആ ദത്തുപുത്രൻ തനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടാണ് ജാതകത്തിൽ.
രാഹു നല്ല സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ പുത്രനെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്നും, അതല്ല നല്ല സ്ഥാനത്തൊന്നുമല്ല രാഹു നിൽക്കുന്നതെങ്കിൽ ആ ദത്തുപുത്രൻ തൻ്റെ ചിലപ്പോൾ തങ്ങളുടെ അന്തകനായി തന്നെ മാറും എന്നൊക്കെയുള്ള കാര്യങ്ങളെ വിലയിരുത്തുന്നത് രാഹുവിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ചാണ്. അതുപോലെ ഔഷധ വ്യാപാരം, അതായത് അത് മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയ കാര്യങ്ങൾ, ഏത് വിഭാഗത്തിൽപ്പെട്ടതായിരുന്നാലും ഔഷധ വ്യാപാരമൊക്കെ രാഹുവിൻ്റെ കാരകത്വത്തിൽ വരുന്നതാണ്. ഔഷധം, രാജശിക്ഷ എന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്നും നമുക്ക് ശിക്ഷകൾ വരിക, ചെറുതും വലുതും, ബന്ധനം പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പിഴ കൊടുക്കാനുള്ള ശിക്ഷാ നടപടികൾ, അങ്ങനെയൊക്കെയുള്ളതൊക്കെ രാഹുവിൻ്റെ അനിഷ്ട സ്ഥിതിയിൽ നിന്ന് ജാതകർക്ക് വന്നു ചേരുന്ന കാര്യമാണ്. അടുത്തത് കേതുവാണ്. കേതുവിനെ സംബന്ധിച്ച് പ്രധാനമായും നോക്കുമ്പോൾ രോഗത്തെ സംബന്ധിച്ച് വരുന്നത്, അതായത് ഏതെങ്കിലും മുറിവുകളൊക്കെ സംബന്ധിച്ച് ഉള്ള അത് വ്രണമായി മാറുക, അതിൻ്റെ ശുഭങ്ങൾ അശുഭങ്ങൾ, അതുപോലെ വിചിത്രങ്ങളായിട്ടുള്ള നിറങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ളത്, ജാതകൻ്റെ നിരാശ, അത് എത്ര കാലം നിലനിൽക്കും, അല്ലെങ്കിൽ ഇത് തന്നെയാണോ സ്ഥായിയായ സ്ഥിതി തുടങ്ങിയ കാര്യങ്ങൾ, മോക്ഷം, കേതുവിൻ്റെ സ്ഥിതിയാണ്, അത് മരണശേഷമൊക്കെ ഉള്ള കാര്യങ്ങളാണത്. കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ആത്മാവിന് മോക്ഷം ലഭിച്ചുവോ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ വഴിയാത്ര, അതായത് സഞ്ചാരം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ, ജാതകർക്ക് ഏൽക്കേണ്ടി വരുന്ന അപമാനം, അതുപോലെ താലി, മാല, ഇതൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്, അതിൻ്റെ ശുഭങ്ങൾ അശുഭങ്ങൾ, കയറ് തുടങ്ങിയ കാര്യങ്ങൾ, തനിക്ക് അനുകൂലമോ പ്രതികൂലമോ എന്നത്, അപ്പൂപ്പൻ അമ്മൂമ്മ തുടങ്ങിയ, അതായത് പിതാമഹന്മാർ, അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ആയിട്ടുള്ള ശുഭങ്ങൾ അശുഭങ്ങൾ. ഗണപതി, അത് ദേവതയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കേതുവിൻ്റെ ദേവത ഗണപതിയാണ്. അതായത് കേതു അനിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഗണപതിക്ക് വഴിപാടുകൾ സമർപ്പിക്കുക, ഗണപതി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ, അശുഭങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലതായിരിക്കും. ഗണപതി ഹോമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, തടസ്സങ്ങൾ, പ്രവൃത്തി തടസ്സങ്ങളൊക്കെ വരുമ്പോൾ അത് മാറുക, ഈ പ്രവൃത്തി തനിക്ക് തൻ്റെ അനുകൂലമായിട്ടുള്ള കാര്യമാണോ, അതായത് ഇന്ന തൊഴിൽ ചെയ്യുമ്പോൾ അതൊക്കെ കേതുവിൻ്റെ നല്ല സ്ഥിതിയിലാണ് എങ്കിൽ ആ തൊഴിലിലൊക്കെ വളരെ വലിയ മുന്നേറ്റങ്ങളും ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ അറിവ്, ജ്ഞാനം, പരദേശവാസം, അന്യദേശവാസം തനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നതാണ്. വിദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തനിക്ക് അനുകൂലമാണോ എന്ന് വരുന്നതൊക്കെ കേതുവിൻ്റെ സ്ഥിതി കൊണ്ടാണ്. അതുപോലെ വ്യഭിചാര പ്രവൃത്തി, ഇതൊക്കെ കേതുവിൻ്റെ കാരകത്വത്തിന് കീഴിൽ വരുന്നതാണ്. വ്യഭിചാര വൃത്തിയൊക്കെ കേതു നല്ല സ്ഥിതിയിലൊക്കെ ആണെങ്കിൽ ആ വൃത്തിയിൽ നിന്നും ധാരാളം ധനലാഭങ്ങളും മറ്റു കാര്യങ്ങളും, കേതു അനിഷ്ടനാണെങ്കിൽ വ്യഭിചാര വൃത്തിയിലൂടെ ഒരുപാട് ധനനഷ്ടങ്ങളും മറ്റ് തരത്തിലുള്ള ദോഷങ്ങളും വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും. കുലഹീനത, അതായത് കുലത്തിന് ഹീനത സംഭവിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള നാശം, പിന്നെ അതൊക്കെ സംഭവിക്കുക. മധുപാനം, അതായത് മദ്യപാനം തന്നെയാണത്, മദ്യപാനത്തിൽ ആസക്തനായി പോവുക, ഇതൊക്കെ ഈ കേതു ദശാകാലത്ത് അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലത്തൊക്കെ മദ്യപാനം തുടങ്ങിയ ദുസ്വഭാവങ്ങൾ മൂർധന്യത്തിലെത്തും എന്നതാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതുപോലെ കിണറ്റിൽ വീഴുക, കാല് തെറ്റിയും അറിയാതെയും ഒക്കെ കിണറ്റിൽ വീഴുക തുടങ്ങിയ കാര്യങ്ങൾ.
അതുപോലെ മഹത്തായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുക, അതൊക്കെ കേതുവിൻ്റെ സ്ഥിതിയാണ്. സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ കേതുവിൻ്റെ നല്ല സ്ഥിതിയിൽ, അശുഭസ്ഥിതിയിലാണെങ്കിൽ ആ സംരംഭങ്ങളൊക്കെ നല്ല വിജയമായിരിക്കും എന്നതാണ്. അതുപോലെ കാതിലും മൂക്കിലും ഒക്കെ അണിയുന്ന ആഭരണങ്ങളുടെ ശുഭങ്ങളും അശുഭങ്ങളും ഒക്കെയും, അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ദേവതാ ഭയങ്ങൾ, അതായത് ഓരോ ദേവതകളെ സംബന്ധിച്ച് മനസ്സിൽ ഉണ്ടാകുന്ന ഭയങ്ങളുടെ കാര്യങ്ങളെ ഒക്കെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് കേതുവിൻ്റെ ഗ്രഹനിലയിലെ സ്ഥിതിയും, അതുപോലെ ചാരവശാൽ കേതു ഏത് ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ സ്ഥിതിയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജാതകരുടെ ശുഭാശുഭങ്ങൾ ചിന്തിക്കുന്നത്. ഗ്രഹങ്ങളുടെ, അതായത് നവഗ്രഹങ്ങളുടെ കാരകത്വത്തെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും 9625232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.